നമസ്കാരം. സുപ്രധാന നിയമങ്ങൾ എന്ന ടോപ്പിക്കിലെ 4ാമത്തെ ക്ലാസ് ആണ്. ഈ ഭാഗത്തെ മുൻ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് മുകളിൽ നൽകിയേക്കാം, അതുകൂടി കാണുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് SC/ST വിഭാഗങ്ങളെ പറ്റിയും അതുപോലെ തന്നെ മൈനോറിറ്റി, ബാക്ക്വേർഡ് ക്ലാസ് ഇങ്ങനെയുള്ള വിഭാഗങ്ങളെ പറ്റിയുമാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ അകത്ത് പഠിക്കുന്നത്. ഞാൻ പ്രതിൻ വി പോത്തൻ, ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യം നമ്മൾ പഠിക്കുന്നത് SC/STയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം കുറച്ച് ആർട്ടിക്കിൾ നമുക്ക് പരിചയപ്പെടാം. അതിൽ ഒന്നാണ് ആർട്ടിക്കിൾ 330. ഇന്ത്യയിൽ SC/ST വിഭാഗത്തിൽ വരുന്നവർക്ക് ലോക്സഭയിൽ സീറ്റ് റിസർവ് ചെയ്യുന്നതിനെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 330. അപ്പൊ SC/STക്ക് ലോക്സഭയിൽ സീറ്റ് റിസർവ് ചെയ്യുന്നതിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 330 എന്ന് ഓർത്തിരിക്കുക. ഇനി ഇവിടെ മറ്റു 1-2 കാര്യങ്ങൾ കൂടി ഓർത്തിരിക്കുക. ഇന്ത്യൻ ലോക്സഭയിൽ SCക്കും STക്കും എത്ര സീറ്റുകളാണ് റിസർവ് ചെയ്തിട്ടുള്ളത്? SC വിഭാഗക്കാർക്ക് 84-ഉം ST വിഭാഗത്തിൽ വരുന്നവർക്ക് 47 സീറ്റുമാണ് റിസർവ് ചെയ്തിട്ടുള്ളത്. അപ്പം ലോക്സഭയിൽ SCക്ക് എത്ര സീറ്റ് നൽകിയിട്ടുണ്ട്? 84-ഉം ST വിഭാഗത്തിൽ വരുന്നവർക്ക് 47 സീറ്റുമാണ് റിസർവ്ഡ് ആയിട്ട് നൽകിയിട്ടുള്ളത്. അപ്പം അതൊന്ന് ഓർത്തിരിക്കുക. ഇനി അതുപോലെ തന്നെ SC/ST വിഭാഗത്തിൽ വരുന്നവർക്ക് സംസ്ഥാന നിയമസഭയിൽ റിസർവേഷൻ നൽകണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 332. SC/ST വിഭാഗത്തിൽ വരുന്നവർക്ക് സംസ്ഥാന നിയമസഭയിൽ റിസർവേഷൻ നൽകുന്നതിന് അടിസ്ഥാനമായ ആർട്ടിക്കിളാണ് 332. അങ്ങനെയാണെങ്കിൽ കേരള നിയമസഭയിൽ നിലവിൽ എത്ര സീറ്റാണ് SC/ST വിഭാഗങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്? 14 സീറ്റ് SC വിഭാഗത്തിനും 2 സീറ്റ് ST വിഭാഗത്തിനും ഓർത്തിരിക്കണം. എത്ര സീറ്റ് വീതമാണ്? 14 സീറ്റ് SC വിഭാഗത്തിനും 2 സീറ്റ് ST വിഭാഗത്തിനും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഏതൊക്കെ സീറ്റുകൾ അല്ലെ ഏതൊക്കെ മണ്ഡലങ്ങളാണ് ST വിഭാഗത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ 2 സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ 2 സീറ്റുകൾ അല്ലെ ആ 2 മണ്ഡലങ്ങൾ ഏതൊക്കെയായിരിക്കും? ഒന്ന് മാനന്തവാടി മണ്ഡലവും മറ്റൊന്ന് സുൽത്താൻ ബത്തേരി മണ്ഡലവും. അപ്പൊ ഈ 2 മണ്ഡലങ്ങളാണ് നിലവിലത്തെ കേരള നിയമസഭയിൽ ST വിഭാഗത്തിന് വേണ്ടി റിസർവ് ചെയ്തിട്ടുള്ള 2 മണ്ഡലങ്ങൾ എന്ന കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി അടുത്തതായിട്ട് ഈ ഭാഗത്ത് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ് 338. ഇന്ത്യയിൽ SC വിഭാഗത്തിന് വേണ്ടി ഒരു കമ്മീഷൻ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന, അപ്പം SC കമ്മീഷൻ രൂപീകരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 338. അങ്ങനെയാണെങ്കിൽ ST വിഭാഗത്തിന് ഒരു കമ്മീഷൻ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളോ? അത് 338A. അപ്പം ദേശീയ തലത്തിൽ SC കമ്മീഷൻ രൂപീകരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 338, ദേശീയ തലത്തിൽ ST കമ്മീഷൻ രൂപീകരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 338A എന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഈ പറഞ്ഞ ആർട്ടിക്കിൾ എല്ലാം തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് പല പ്രാവശ്യം പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് ഈ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. ഇനി ഇന്ത്യയിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന SC/ST കമ്മീഷനെ പറ്റി നമുക്ക് പരിശോധിക്കാം. അപ്പം ഇന്ത്യയിൽ SC/STക്ക് വേണ്ടി ദേശീയ തലത്തിൽ ആദ്യമായിട്ട് ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്ന വർഷം ഏതാണ്? അത് 1978 ആണ്. ഇന്ത്യയിൽ SC/ST വിഭാഗത്തിന് വേണ്ടി ആദ്യത്തെ കമ്മീഷനെ ഇന്ത്യയിൽ അപ്പോയിന്റ് ചെയ്യുന്ന വർഷം 1978 എന്ന് ഓർത്തിരിക്കുക. ഇനി അങ്ങനെയാണെങ്കിൽ 78-ൽ ആദ്യത്തെ അധ്യക്ഷനായിട്ട് നിയമിച്ച ആരായിരിക്കും? അത് ബോല പാസ്വാൻ ശാസ്ത്രി. ആരാണ്? ബോല പാസ്വാൻ ശാസ്ത്രിയാണ് ഇന്ത്യയിൽ SC/STയുടെ ആദ്യത്തെ അധ്യക്ഷനായിട്ട് ഇന്ത്യയിൽ നിയമിക്കുന്നത്. ഏത് വർഷമാണ്? 1978. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇനി ഈ 1978-ൽ വരുന്ന കമ്മീഷൻ ദി SC/ST കമ്മീഷൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതായത് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഈ കമ്മീഷന്റെ പേര് 1992-ൽ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് മാറ്റുന്നുണ്ട്. എങ്ങനെ മാറ്റി? ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് മാറ്റി.
അപ്പം ഇവിടെ ചോദ്യം മനസ്സിലാക്കണം, ഇന്ത്യയിൽ SC/ST വേണ്ടി ആദ്യമായിട്ടൊരു കമ്മീഷനെ നിയമിച്ച വർഷം 78 എന്ന് പറയണം. എന്നാൽ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം എന്ന് ചോദിച്ചാലോ അതിന്റെ ഉത്തരം 1992 എന്ന് പറയണം. അപ്പം ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. അപ്പം ഒരു കമ്മീഷന്റെ പേരിന്റെ അകത്തൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ എന്താവശ്യമാണ്? ഭരണഘടനാ ഭേദഗതിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് പുനർനാമകരണം ചെയ്യുന്നതിന് കാരണമായ ഭേദഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1990 നടക്കുന്ന 65ാം ഭേദഗതി എന്ന് പറയണം. അപ്പം ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് കാരണമായ ഭരണഘടനാ ഭേദഗതിയാണ് 65ാം ഭരണഘടനാ ഭേദഗതി. ആ ഭേദഗതി നടന്നത് ഏത് വർഷമാണ്? 1990. എന്നാൽ ആ ഭേദഗതി പ്രകാരം പുതിയ പേരിൽ പുതിയ കമ്മീഷൻ നിലവിൽ വരുന്നത് 92-ലാണ്. അപ്പൊ ഇത് തമ്മിൽ തിരിഞ്ഞു പോകരുത്, വ്യക്തമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി അങ്ങനെ 92-ൽ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വരുന്നു. അതിന്റെ ആദ്യ അധ്യക്ഷനാണ് ശ്രീ രാംധൻ എന്ന് ഓർത്തിരിക്കാറാണ്. ശ്രീ രാംധൻ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ. എന്നാൽ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ആദ്യത്തെ അധ്യക്ഷൻ എന്ന് മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ ഭോല പാസ്വാൻ ശാസ്ത്രി എന്ന ഉത്തരം പറയണം. ഇനി അങ്ങനെ 92-ൽ പുതിയൊരു കമ്മീഷനായിട്ട് ഇവർ വരുന്നു. പിന്നീടാണ് ഈ കമ്മീഷനെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അത് ഏത് വർഷമാണ്? അത് നിലവിൽ വരുന്ന 2004-ലാണ്. അതായത് ദേശീയ തലത്തിലുള്ള പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു 2004-ലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന് കാരണമായ ഭേദഗതി ഏതായിരിക്കും? അത് 2003-ൽ നടക്കുന്ന 89ാം ഭേദഗതി. എത്രാമത്തെ ഭേദഗതിയാണ്? 2003-ൽ നടന്ന 89ാം ഭേദഗതി പ്രകാരമാണ് SC/ST കമ്മീഷനെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പൊ സെപ്പറേറ്റ് ആയിട്ട് നിലവിൽ വരുന്ന 2004-ൽ, പക്ഷേ ഭേദഗതി നടന്ന 2003 എന്നും ഓർത്തിരിക്കുക. അങ്ങനെ ഇന്ത്യയിൽ SC-ക്കും ST-ക്കും വേണ്ടി രണ്ട് വ്യത്യസ്ത കമ്മീഷനുകൾ നിലവിൽ വരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ SC/ST കമ്മീഷൻ എന്ന് പറയുന്നത് എത്ര പേര് ചേരുന്നതായിരിക്കും? ദേശീയതലത്തിൽ വരുന്ന SC/ST രണ്ട് കമ്മീഷനെയും ഘടന ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു അധ്യക്ഷനും ഒരു ഉപ അധ്യക്ഷനും 3 അംഗങ്ങളും ചേരുന്നതാണ് SC/ST കമ്മീഷൻ എന്ന് ഓർത്തിരിക്കുക. അപ്പം രണ്ട് കമ്മീഷന്റെ അകത്തും ഒരു അധ്യക്ഷനും ഒരു ഉപ അധ്യക്ഷനും 3 അംഗങ്ങളും, അങ്ങനെ എല്ലാവരെയും കൂടി ചേർത്ത് 5 പേര് അടങ്ങുന്നതാണ് ഈ കമ്മീഷൻ. രണ്ട് കമ്മീഷന്റെയും ഘടന ഒന്ന് തന്നെയാണെന്ന് ഓർത്തിരിക്കുക. ഇനി ഇങ്ങനെ വരുന്ന ഈ SC/ST കമ്മീഷനെ രണ്ട് കമ്മീഷനെയും നിയമിക്കുന്നത് ആരായിരിക്കും? ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിയമിക്കുന്ന ആരായിരിക്കും? അത് രാഷ്ട്രപതി എന്ന് ഓർത്തിരിക്കാറാണ്. രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. ഇനി എത്ര വർഷത്തേക്കിനായിരിക്കും? പരമാവധി 3 വർഷം. അപ്പൊ SC/ST രണ്ട് കമ്മീഷനെയും കാലാവധി എത്ര വർഷമാണ്? പരമാവധി 3 വർഷം. ഇനി ഒരു കാര്യം കൂടി ഇവിടെ ഓർത്തിരിക്കുക, ഈ SC/ST കമ്മീഷൻ അവരുടെ ആനുവൽ റിപ്പോർട്ട് നൽകേണ്ടത് ആർക്കാണ്? കേന്ദ്ര തലത്തിൽ വരുന്ന കമ്മീഷനാണ്. ഇവിടെ കമ്മീഷൻ റിപ്പോർട്ട് നൽകേണ്ടത് പ്രസിഡന്റിനെന്ന് ഓർത്തിരിക്കുക. ആർക്കാണ്? പ്രസിഡന്റിനാണ്. നമ്മൾ നേരത്തെ പഠിച്ച പല കമ്മീഷന്റെ കാര്യങ്ങളിലും അത് റിപ്പോർട്ട് നൽകുന്നത് സർക്കാരിന്, സെൻട്രൽ ഗവൺമെന്റിന് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഓർമ്മ നിങ്ങളുടെ മനസ്സിൽ കാണും, അത് വെച്ച് തെറ്റിക്കരുത്. ഇവിടെ SC/ST കമ്മീഷൻ റിപ്പോർട്ട് നൽകേണ്ടത് ദേശീയ തലത്തിൽ രാഷ്ട്രപതിക്കാണെന്ന് ഓർത്തിരിക്കുക. ഇനി അങ്ങനെ വരുന്ന ഈ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷന്മാര് ആരൊക്കെയായിരിക്കും? ദേശീയതലത്തിൽ വരുന്ന SC കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷനാണ് സൂരജ് ഭാൻ. ആരാണ്? സൂരജ് ഭാൻ SC കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ST കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷനോ? അത് കൻവർ സിംഗ്. ആരാണ്? കൻവർ സിംഗ് എന്ന് ഓർത്തിരിക്കുക. ST കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ കൻവർ സിംഗ്. അങ്ങനെയാണെങ്കിൽ ഈ കമ്മീഷന്റെ ആസ്ഥാനം എവിടെ ആയിരിക്കും സ്ഥിതി ചെയ്യുന്നത്? അല്ലെങ്കിൽ ഹെഡ് ഓഫീസ് അറിയപ്പെടുന്നത് എങ്ങനെയായിരിക്കും? അത് ലോക് നായക് ഭവൻ എന്ന് ഓർത്തിരിക്കുക. SC-യുടെയോ ST-യുടെയോ ഏത് കമ്മീഷൻ ഓഫീസിന്റെ പേര് ചോദിച്ചാലും ലോക് നായക് ഭവൻ എന്ന് പറയണം. ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം രണ്ട് കമ്മീഷനെയും ഓഫീസിന്റെ പേര് ഒന്ന് തന്നെയാണ്, ലോക് നായക് ഭവൻ എന്ന് കൂടി ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ
കാര്യങ്ങൾ ഈ ഒരു SC/ST രണ്ട് കമ്മീഷനുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി ഈ കമ്മീഷന്റെ ഒക്കെ നിലവിലത്തെ അധ്യക്ഷന്മാര് ആരെന്ന് തൽക്കാലം ഇവിടെ പരാമർശിക്കുന്നില്ല. കാരണം ഇവരുടെയൊക്കെ കാലാവധി പലരുടെയും കഴിയാറായിട്ടുള്ളതായിരിക്കും. അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ വരാണ്. അപ്പം ക്ലാസ് എടുക്കും, ചിലപ്പോൾ അത് കഴിയുന്നുണ്ടെങ്കിൽ ഇവർ മാറുന്നത്. അപ്പൊ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പഠിച്ചു വെക്കും, പെട്ടെന്ന് തന്നെ അടുത്ത പേര് വീണ്ടും നിങ്ങൾ പഠിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കേണ്ടതുകൊണ്ട് തന്നെ ഈ പറയുന്ന കമ്മീഷനുകളെ ആദ്യത്തെ അധ്യക്ഷന്മാരുടെ പേരുകളാണ് പഠിപ്പിക്കുന്ന സമയത്ത് പറയുന്നുള്ളൂ. ബാക്കിയുള്ളത് നിങ്ങൾ പിന്നീട് മറ്റ് പല അവസരങ്ങളുണ്ടല്ലോ, ആ സമയത്ത് ഇപ്പോഴുള്ള അധ്യക്ഷന്മാരുടെ പേര് പഠിച്ചു വെക്കുക. അതായിരിക്കും നിങ്ങൾക്ക് ഒന്നുകൂടെ എളുപ്പം. ഓക്കെ, ഇനി ഈ ഒരു ഭാഗത്ത് നമ്മൾ അടുത്തതായിട്ട് പഠിക്കേണ്ടത് ഈ സിലബസിന്റെ അകത്ത് തന്നിട്ടുണ്ട്. SC/STയുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് സുപ്രധാന നിയമങ്ങളെ പറ്റി പഠിക്കേണ്ട ആവശ്യമുണ്ട്. അത് ഏതൊക്കെയെന്ന് നോക്കാം. അപ്പൊ അങ്ങനെ വരുന്ന ഒരു നിയമമാണ്, പ്രധാനപ്പെട്ട നിയമമാണ് പ്രൊട്ടക്ഷൻ ഓഫ് എ സിവിൽ റൈറ്റ് ആക്ട്. ഏത് വർഷമാണ്? 1955. SC/STയുമായി ബന്ധപ്പെട്ട് വരുന്ന നിയമങ്ങളിൽ വളരെ പ്രാധാന്യമുള്ളതാണ് പ്രൊട്ടക്ഷൻ ഓഫ് എ സിവിൽ റൈറ്റ് ആക്ട്, പൗര അവകാശ സംരക്ഷണ നിയമം എന്ന് മലയാളത്തിൽ പറയും. ഇംഗ്ലീഷിലായാലും പഠിച്ചിരുന്നാൽ മതി, പരീക്ഷയ്ക്ക് ചിലപ്പോൾ അങ്ങനെ തന്നെ ചോദിക്കാനും സാധ്യതയുണ്ട്. അപ്പം ഈ നിയമം പാസ്സാക്കുന്ന 1955. എന്നാൽ ഇവിടെ ഒരു കാര്യം ഓർത്തിരിക്കുക, ഈ നിയമം ആദ്യ സമയത്ത് അറിയപ്പെട്ടിരുന്നത് തൊട്ടുകൂടായ്മ നിരോധന നിയമം എന്നാണ്. ആദ്യം, അതായത് 55 ഈ നിയമം വരുമ്പോൾ തൊട്ടുകൂടായ്മ നിരോധന നിയമം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ 1976 ഒരു ഭേദഗതിയിലൂടെയാണ് ഈ നിലവിലുള്ള പ്രൊട്ടക്ഷൻ ഓഫ് എ സിവിൽ റൈറ്റ് ആക്ട് എന്നുള്ള പേര് ഇതിന് നൽകുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പം പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ടിന്റെ പഴയ പേരെന്ന് ചോദിച്ചാലോ, അത് തൊട്ടുകൂടായ്മ നിരോധന നിയമം എന്ന് പറയണം. ഇനി അങ്ങനെയാണെങ്കിൽ ഈ ഒരു നിയമവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ഒരു ആർട്ടിക്കിൾ ഉണ്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്തെ 17ാമത്തെ ആർട്ടിക്കിൾ. എന്താണ്? തൊട്ടുകൂടായ്മ നിരോധനവുമായി ബന്ധപ്പെട്ട് വരുന്ന ആർട്ടിക്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പറയണം? 17ാമത്തെ ആർട്ടിക്കിൾ. അപ്പൊ ആ ഒരു ആർട്ടിക്കിളിന്റെ അകത്തുള്ള അല്ലെങ്കിൽ ആ ആർട്ടിക്കിളിന് ബലം നൽകുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമം എന്ന രീതിയിൽ ഈ ഒരു നിയമത്തെ ഓർത്തിരിക്കുക. ഇനി ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഓർത്തിരിക്കാം. ഈ നിയമപ്രകാരം ഏറ്റവും കുറഞ്ഞ പക്ഷം നൽകുന്ന പണിഷ്മെന്റ് എന്താണ്? അപ്പം അത് ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഏറ്റവും കുറഞ്ഞ പക്ഷം ജയിൽ ശിക്ഷ എന്ന് പറയുന്നത് 1 മാസം തടവും ഫൈൻ എത്ര രൂപ പിഴ ഈടാക്കാം എന്ന് ചോദിച്ചാൽ 100 രൂപ എന്നും പറയണം. അപ്പം പറഞ്ഞത് എന്താണ്? ഏറ്റവും കുറഞ്ഞ പക്ഷം ലഭിക്കുന്ന പണിഷ്മെന്റ് ആണ്. അപ്പം ജയിൽ ശിക്ഷ ഈ നിയമപ്രകാരം ഏറ്റവും കുറഞ്ഞ പക്ഷം 1 മാസം ആണ് ഏറ്റവും കുറഞ്ഞ ശിക്ഷ. ഇനി ഫൈൻ ആണ് ഈടാക്കുന്നെങ്കിൽ ഏറ്റവും കുറഞ്ഞ എത്ര ആയിരിക്കും? അത് 100 രൂപയെന്ന് ഓർത്തിരിക്കുക. പരമാവധി എന്നുള്ള ആശയത്തിലേക്ക് തൽക്കാലം പോകുന്നില്ല. അത് പല കാര്യങ്ങളിലും പല വ്യത്യസ്ത തലത്തിലാണ് പറയുന്നത്. അപ്പം ഏറ്റവും കുറവ് ഇന്നതെന്ന് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി ഈ ഭാഗത്ത് മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട നിയമമാണ് SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട്. അതായത് SC/ST വിഭാഗങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള അതിക്രമങ്ങളും തടയുന്നതിന് വേണ്ടിയുള്ള നിയമമാണ്. ഈ നിയമം പാസ്സാക്കിയ വർഷം 1989. ഏത് വർഷമാണ്? 1989. SC/STക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയുള്ള നിയമം പാസ്സാക്കിയ വർഷം 1989. എന്നാൽ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ നിയമം നിലവിൽ വരുന്നത് എന്നാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. 1990 ജനുവരി 30 ഈ നിയമം നിലവിൽ വരുന്നത്. തെറ്റിക്കരുത്. പാസ്സാക്കിയ വർഷം എന്നാണെങ്കിൽ 89 എന്ന് പറയണം. നിലവിൽ വന്ന വർഷം എന്ന് ചോദിച്ചാലോ 1990 ജനുവരി 30 എന്നും പറയണം. ഇനി ഈ ഒരു നിയമം വളരെ ശക്തമായിട്ടുള്ള ഒരു നിയമമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഓർത്തിരിക്കുക. ഈ SC/ST വിഭാഗത്തിൽ വരുന്ന ആൾക്കാർക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള അതിക്രമങ്ങൾ നടത്തി കഴിഞ്ഞാൽ അവർക്കെതിരെ ശിക്ഷാ നടപടിയിലേക്ക് അല്ലെങ്കിൽ നിയമ നടപടിയിലേക്ക് പോകാൻ അവകാശം നൽകുന്ന ഒരു നിയമമാണ്. അതുകൊണ്ട് തന്നെ ഈ നിയമപ്രകാരം പറയുന്നു, ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമങ്ങൾ SC/ST വിഭാഗങ്ങൾക്കെതിരെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കേസ് അന്വേഷിക്കേണ്ട ഏറ്റവും കുറഞ്ഞ റാങ്കുള്ള ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് DYSP റാങ്ക് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഈ ഒരു നിയമപ്രകാരം ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ആ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ റാങ്ക് എന്തിൽ കുറയാൻ പാടില്ല? DYSP റാങ്കിൽ കുറയാൻ പാടില്ല എന്നുകൂടി ഓർത്തിരിക്കുക.
ഇനി ഒരു കാര്യം കൂടി ഇവിടെ മനസ്സിലാക്കിയിരിക്കുക, ഈ നിയമപ്രകാരം ഏറ്റവും കുറഞ്ഞ പക്ഷം ലഭിക്കാൻ സാധ്യതയുള്ള പണിഷ്മെന്റ് എന്ന് പറയുന്നത് 6 മാസം എന്നുകൂടി ഓർത്തിരിക്കുക. എത്രയാണ്? 6 മാസം എന്ന് ഓർത്തിരിക്കുക. ഇവിടെ പറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് 1 മാസമായിരുന്നു, ഇവിടെ ഏറ്റവും കുറഞ്ഞത് 6 മാസമാണ് പണിഷ്മെന്റ്. അപ്പർ ലിമിറ്റിലേക്ക് പോകുമ്പോൾ പല വ്യത്യാസമുണ്ട്, അതിലേക്ക് തൽക്കാലം നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പം ഈ 2 നിയമങ്ങൾ ഇവിടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് SC/ST-യുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റ് 1-2 നിയമങ്ങൾ കൂടി പറയാം. അപ്പം ജസ്റ്റ് ഈ നിയമവും അതിന്റെ വർഷവും മാത്രം ഒന്ന് ഓർത്തിരിക്കുക. അതിൽ ഒന്നാണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്, പാസ്സാക്കിയ വർഷം 1980. മറ്റൊരു നിയമമാണ് ഫോറസ്റ്റ് റൈറ്റ് ആക്ട്, ഏത് വർഷമാണ്? 2006. അപ്പൊ ഈ 2 നിയമങ്ങൾ, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടും ഫോറസ്റ്റ് റൈറ്റ് ആക്ടും വന്ന വർഷം ഏതാണെന്നൊന്ന് മനസ്സിലാക്കിയിരിക്കുക. 1-2 പ്രാവശ്യം ഇത് ചോദിച്ചിട്ടുണ്ട്, വർഷം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ആ ഒരു പ്രാധാന്യം കൊടുത്ത് മാത്രം ഇതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇന്ത്യയിൽ SC/ST-യുമായി ബന്ധപ്പെട്ട് വരുന്ന ഭാഗത്ത് അത്യാവശ്യം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അടുത്തത് ഈ ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിൽ വന്നിട്ടുള്ള നാഷണൽ ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷനെ പറ്റിയാണ്, അതായത് പിന്നോക്കവർഗ കമ്മീഷനെ പറ്റിയാണ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് പിന്നോക്കവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി ഒരു കമ്മീഷനെ നിയമിക്കുന്ന വർഷമാണ് 1993. ഏത് വർഷമാണ്? 1993. അപ്പൊ 93-ൽ പിന്നോക്കവർഗ കമ്മീഷൻ വരുമ്പോൾ അതൊരു സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ ആയിട്ടാണ് നിയമിക്കുന്നത്. എന്നാൽ നിലവിൽ ഇന്ത്യയിൽ പിന്നോക്കവർഗ കമ്മീഷന്റെ പദവി എന്താണ്? അതൊരു ഭരണഘടനാ കമ്മീഷനാണെന്ന് ഓർത്തിരിക്കുക, അല്ലെങ്കിൽ നിലവിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കമ്മീഷന് ഭരണഘടനാ പദവി ലഭിക്കുന്നതിന് കാരണമായ ഭേദഗതി ഏതായിരിക്കും? ആ ഭേദഗതിയാണ് 102-ാം ഭരണഘടനാ ഭേദഗതി. ഏത് വർഷമാണ്? 2018. അപ്പം 2018-ൽ വരുന്ന 102-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ ഇന്ത്യയിൽ ഭരണഘടനാ പദവി ലഭിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിലവിൽ ഏത് ആർട്ടിക്കിളിന്റെ അകത്താണ് നാഷണൽ ലെവലിൽ വരുന്ന ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷനെ പറ്റി പറയുന്നത്? ആർട്ടിക്കിൾ ആണ് 338B. ഏതാണ്? 338B എന്ന് പറയുന്ന ആർട്ടിക്കിളിന്റെ അകത്താണ് ദേശീയ തലത്തിലുള്ള പിന്നോക്കവർഗ കമ്മീഷനെ പറ്റി പരാമർശിക്കുന്നത്. അപ്പം 93-ൽ വരുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി പദവിയായിരുന്നു, ഇപ്പോൾ അതിന്റെ പദവി എന്താണ്? അതൊരു ഭരണഘടനാ പദവിയിലുള്ള കമ്മീഷനാണെന്ന് ഓർത്തിരിക്കും. ഇനി ഈ കമ്മീഷനിലേക്ക് വരുന്ന സമയത്ത് ഈ കമ്മീഷന്റെ അകത്ത് എത്ര പേര് ഉണ്ടായിരിക്കണം? അപ്പം ദേശീയ തലത്തിൽ വരുന്ന പിന്നോക്കവർഗ കമ്മീഷന്റെ അകത്ത് ഒരു അധ്യക്ഷനും ഒരു ഉപ അധ്യക്ഷനും 3 അംഗങ്ങളുമാണ് ഉണ്ടായിരിക്കേണ്ടത്. ആകെ 5 പേരാണ് ഉണ്ടായിരിക്കേണ്ടത്. 3 വർഷമാണ് കാലാവധി. 5 പേരുണ്ടാകെ, കാലാവധി 3 വർഷമാണ്. നിലവിൽ നിയമിക്കുന്നതും എല്ലാം തന്നെ മാറ്റുന്നതും എല്ലാം പ്രസിഡന്റ് ആണെന്ന് കൂടി ഓർത്തിരിക്കുക. ഭരണഘടനാ സ്ഥാപനമായതുകൊണ്ട് തന്നെ പ്രസിഡന്റ് ആണ് നിയമിക്കുകയും മാറ്റുകയും ചെയ്യുന്നത്. ഇനി ദേശീയ തലത്തിൽ വരുന്ന ഈ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷനാരാണ്? അത് ജസ്റ്റിസ് PN പ്രസാദ്. ആരാണ്? ജസ്റ്റിസ് PN പ്രസാദ് ആണ് ഇന്ത്യയിൽ വരുന്ന ആദ്യത്തെ പിന്നോക്കവർഗ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയമിക്കുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കമ്മീഷനുമായി ബന്ധപ്പെട്ട് സംസ്ഥാന തലത്തിൽ വരുന്ന 1-2 കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പം സംസ്ഥാന തലത്തിലുള്ള കമ്മീഷനെ പറ്റി പറഞ്ഞപ്പോൾ ഈ കമ്മീഷനെ പറ്റി പറഞ്ഞില്ല, അതുകൊണ്ട് ഇവിടെ അതുകൂടി 1-2 പോയിന്റ് മാത്രം ഇവിടെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ പിന്നോക്കവർഗ കമ്മീഷനെ നിയമിക്കുന്നത് ഏത് വർഷമാണ്? അത് 1993-ൽ തന്നെയാണ്. അപ്പം കേരളത്തിലും പിന്നോക്കവർഗ കമ്മീഷൻ നിലവിൽ വരുന്ന ഏത് വർഷമാണ്? 93. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ പിന്നോക്കവർഗ കമ്മീഷൻ ആദ്യത്തെ അധ്യക്ഷ സ്ഥാനത്ത് വന്ന ആരായിരിക്കും? അത് ജസ്റ്റിസ് ഫാത്തിമ ബീവി എന്ന് ഓർത്തിരിക്കാരാണ്, ജസ്റ്റിസ് ഫാത്തിമ ബീവി. അപ്പം ഒരു സംശയം തോന്നാം, ഇതേ ഫാത്തിമ ബീവി തന്നെയല്ലേ 93-ൽ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായിരുന്നത്? ശരി തന്നെയാണ്. എന്നാൽ ആദ്യം കേരളത്തിലെ പിന്നോക്കവർഗ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്കാണ് വരുന്നത്, പിന്നീടാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗമായിട്ട് പോകുന്നത്. അപ്പം ഓർത്തിരിക്കുക, ഇന്ത്യയിൽ ആദ്യമായിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ ആദ്യ മലയാളി എന്ന് ചോദിച്ചാലോ, കേരളത്തിലെ പിന്നോക്കവർഗ കമ്മീഷൻ ആദ്യത്തെ അധ്യക്ഷ ആരെന്ന് ചോദിച്ചാലോ ആര് തന്നെയാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവി. അപ്പൊ ഇത്രയും കാര്യം മാത്രം ഇവിടെ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇതിന്റെ അംഗസംഖ്യ അല്ലെങ്കിൽ കാലാവധി അങ്ങനെയുള്ള ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട. കാരണം നിങ്ങൾക്ക് ഏറ്റവും കുറച്ച് കാര്യങ്ങൾ തന്നുകൊണ്ട് മാക്സിമം പഠിക്കാനുള്ള അവസരമാണ് തരുന്നത്. അപ്പം ഒരുപാട് കാര്യങ്ങൾ വിശാലമായിട്ട് നിങ്ങൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പം ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഉള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, പ്രാധാന്യമുള്ളത് മാത്രമേ ഇവിടെ പറഞ്ഞു പോകുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ കമ്മീഷൻ
കമ്മീഷൻ വന്ന വർഷം ആദ്യത്തെ അധ്യക്ഷ ഫാത്തിമ ബീവി എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി ഈ പറയുന്ന പിന്നോക്ക വർഗങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ വിഷയങ്ങളെ പറ്റി പഠിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ വന്ന 2 പ്രധാനപ്പെട്ട കമ്മീഷനുകളുടെ പേര് കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്തെ 340ാമത്തെ ആർട്ടിക്കിളിന്റെ അകത്ത് പറയുന്നു, ഇന്ത്യൻ പ്രസിഡന്റിന് പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ ഉന്നമനത്തെ പറ്റി അല്ലെങ്കിൽ അവരുടെ അവസ്ഥയെ പറ്റി പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരമുണ്ടെന്ന് പറയുന്നു. അപ്പം പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ പറ്റി പഠിക്കാൻ പ്രസിഡന്റിന് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യാൻ അധികാരമുണ്ടെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? 340. ഈ ആർട്ടിക്കിൾ പ്രകാരം ഇന്ത്യയിൽ വരുന്ന ആദ്യത്തെ കമ്മീഷനാണ് കാക്ക കലേൽക്കർ കമ്മീഷൻ. ഏതാണ്? കാക്ക കലേൽക്കർ കമ്മീഷൻ. ഇന്ത്യയിൽ പിന്നോക്ക വിഭാഗങ്ങളെ പറ്റി പഠിക്കുന്നതിന് സ്വതന്ത്ര ഭാരതത്തിൽ വരുന്ന ആദ്യത്തെ കമ്മീഷനാണ് കാക്ക കലേൽക്കർ കമ്മീഷൻ. അപ്പോയിന്റ് ചെയ്ത വർഷം 1953. ഏത് വർഷമാണ്? 1953. വർഷമൊന്നും ഓർക്കേണ്ട. ഈ കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ട് വരുന്നു എന്ന് ഓർത്തിരിക്കുക. പിന്നോക്ക വിഭാഗങ്ങളെ പറ്റി പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന കമ്മീഷൻ എന്ന് ഓർത്തിരിക്കുക. ഇനി എന്നാൽ അതിനെക്കാട്ടി പ്രാധാന്യത്തോടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കമ്മീഷനാണ് മണ്ഡൽ കമ്മീഷൻ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുപാട് കോളിളക്കം സൃഷ്ടിച്ച ഒരു കമ്മീഷനാണ് മണ്ഡൽ കമ്മീഷൻ. അപ്പം ഓർത്തിരിക്കേണ്ട കാര്യം, മണ്ഡൽ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഏത് പ്രധാനമന്ത്രിയുടെ സമയത്താണ്? 1979 മൊറാർജി ദേശായി ഗവൺമെന്റ് ആണ് മണ്ഡൽ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഓർത്തിരിക്കുക. അപ്പൊ മണ്ഡൽ കമ്മീഷനെ നിയമിച്ച പ്രധാനമന്ത്രി ആരാണ്, അല്ലെങ്കിൽ ആരുടെ സമയത്താണ് നിയമിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊറാർജി ദേശായിയുടെ സമയത്താണ്. എന്നാൽ ഈ കമ്മീഷന്റെ റിപ്പോർട്ട് നടപ്പാക്കുന്നത് ഏത് പ്രധാനമന്ത്രിയാണ്, അല്ലെങ്കിൽ ഏത് സർക്കാരിന്റെ സമയത്തെന്ന് ചോദിച്ചാൽ 1990 ഇതിന്റെ റിപ്പോർട്ട് നടപ്പാക്കുന്നത്. നടപ്പാക്കിയ പ്രധാനമന്ത്രിയാണ് VP സിംഗ് എന്ന് ഓർത്തിരിക്കാനാണ്. VP സിംഗിന്റെ കാലഘട്ടത്തിലാണ് ഈ റിപ്പോർട്ട് നടപ്പാക്കുന്നത്. അപ്പം അപ്പോയിന്റ് ചെയ്ത പ്രധാനമന്ത്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊറാർജി ദേശായി. എന്നാൽ റിപ്പോർട്ട് നടപ്പാക്കിയ പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ VP സിംഗ്. അപ്പം ഈ മണ്ഡൽ കമ്മീഷണർ റിപ്പോർട്ടിന്റെ അകത്ത് പറയുന്ന കാര്യമാണ്, ഇന്ത്യയിൽ OBC വിഭാഗത്തിൽ വരുന്നവർക്കും സർക്കാർ ജോലിയിലും മറ്റും റിസർവേഷൻ നൽകണം എന്നുള്ളതാണ് ഈ മണ്ഡൽ കമ്മീഷന്റെ പ്രധാന ശുപാർശ. അപ്പം അത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഒരുപാട് പ്രശ്നങ്ങൾ, അതിനെ നടപ്പാക്കേണ്ട എന്ന രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സമരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ പറയുന്ന മണ്ഡൽ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്ത പ്രധാനമന്ത്രി VP സിംഗ് എന്ന് ഓർത്തിരിക്കുക. എന്താണ് ഈ കമ്മീഷന്റെ റിപ്പോർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ OBC വിഭാഗങ്ങൾക്കും റിസർവേഷൻ നൽകണം എന്നാണ് ഈ കമ്മീഷൻ പരാമർശിക്കുന്നത്. അപ്പം ഈ മണ്ഡൽ കമ്മീഷണർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് വന്ന ഒരു സുപ്രധാന കേസാണ് ഇന്ദിരാ സാഹിനി കേസ് എന്ന് പറയുന്ന കേസ്. 1992 ഇന്ത്യൻ സുപ്രീം കോടതിയിൽ വന്ന ഒരു പ്രധാനപ്പെട്ട കേസാണ് ഇന്ദിരാ സാഹിനി കേസ് എന്ന് പറയുന്നത്. അപ്പം ഇന്ദിരാ സാഹിനി കേസ് എന്തുമായി ബന്ധപ്പെട്ട് വരുന്നു എന്ന് ചോദിച്ചാൽ OBC റിസർവേഷനുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ വന്ന കേസാണ് എന്ന കാര്യം കൂടി ഇവിടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷനും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരീക്ഷാ തലങ്ങളിൽ നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടത്. അടുത്തത് ഇനി ഒരു കമ്മീഷനെ കൂടിയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അത് ഇന്ത്യയിൽ വരുന്ന ന്യൂനപക്ഷ കമ്മീഷനെ പറ്റിയാണ്, മൈനോറിറ്റി കമ്മീഷനെ പറ്റിയാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു മൈനോറിറ്റി കമ്മീഷനെ നിയമിക്കുന്നത് ഏത് വർഷമാണ്? അത് 1978 ഓർത്തിരിക്കുക. ഏത് വർഷമാണ്? 1978 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു മൈനോറിറ്റി കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ അന്ന് അത് അപ്പോയിന്റ് ചെയ്യുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി പദവി ഒന്നും ഇല്ലാതാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യയിൽ 1992 മൈനോറിറ്റി കമ്മീഷൻ രൂപീകരിക്കുന്നതിന് വേണ്ടി ഒരു ആക്ട് പാസ്സാക്കുകയും അതിൻ പ്രകാരം 93 ഇന്ത്യയിൽ മൈനോറിറ്റീസിന് വേണ്ടി ദേശീയ തലത്തിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തു എന്ന് ഓർത്തിരിക്കുക. അപ്പം ഇന്ത്യയിൽ ആദ്യമായിട്ട് മൈനോറിറ്റി കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത് 1978 എന്നാൽ ദേശീയ തലത്തിൽ സ്റ്റാറ്റ്യൂട്ടറി പദവിയോടെ മൈനോറിറ്റി കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1993. ആക്ട് 92 പാസ്സാക്കി അതിൻ പ്രകാരം 93 കമ്മീഷൻ നിലവിൽ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്നുണ്ട് ഈ മൈനോറിറ്റി കമ്മീഷൻ എന്ന് പറയുന്ന സമയത്ത് അതിനകത്ത് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിൽ നിലവിൽ എത്ര മതങ്ങൾക്കാണ് ന്യൂനപക്ഷ പദവിയുള്ള അല്ലെങ്കിൽ മൈനോറിറ്റി സ്റ്റാറ്റസ് ഉള്ളത്? എത്ര മതങ്ങൾക്കായിരിക്കും? നിലവിൽ 6 മതങ്ങൾക്കാണ് ന്യൂനപക്ഷ പദവിയുള്ളതെന്ന് ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയായിരിക്കും? മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, പാഴ്സി, ബുദ്ധ,
ബുദ്ധ, ജെയിൻ. 6 മതങ്ങൾക്കാണ് ന്യൂനപക്ഷ പദവിയുള്ളത്. ഏതൊക്കെയാണ്? മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, പാഴ്സി, ബുദ്ധ, ജെയിൻ. 6 മതങ്ങൾക്കാണ് നിലവിൽ ന്യൂനപക്ഷ പദവിയുള്ളതെങ്കിൽ ഏറ്റവും ഒടുവിൽ ന്യൂനപക്ഷ പദവി ലഭിച്ച മതം ഏതായിരിക്കും? അത് ജൈന മതം 2014 എന്ന് ഓർത്തിരിക്കണം. ഏതാണ്? ജൈന മതം 2014. ഇനി ഒരു കാര്യം കൂടി ഇവിടെ ഓർത്തിരിക്കുക. ഇന്ത്യയിൽ നിലവിലത്തെ കണക്ക് പ്രകാരം ന്യൂനപക്ഷം എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്? ആകെയുള്ള പോപ്പുലേഷന്റെ 18.80% ഇന്ത്യയിൽ നിലവിലുള്ള ന്യൂനപക്ഷം എന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയുടെ ആകെ പോപ്പുലേഷന്റെ 18.80% ന്യൂനപക്ഷമാണെന്ന് ഓർത്തിരിക്കുക. ഇനി ദേശീയ തലത്തിൽ വരുന്ന ന്യൂനപക്ഷ കമ്മീഷന്റെ അകത്ത് ഒരു അധ്യക്ഷനും 6 അംഗങ്ങളുമാണ് ഉണ്ടായിരിക്കേണ്ടത്. അല്ലെങ്കിൽ അധ്യക്ഷൻ ഉൾപ്പെടെ ആകെ 7 പേരടങ്ങുന്ന സമിതിയാണ്. 3 വർഷ കാലയളവാണ്. കേന്ദ്ര സർക്കാരാണ് ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നതെന്നും ഓർത്തിരിക്കുക. അപ്പം ന്യൂനപക്ഷ കമ്മീഷനകത്ത് അധ്യക്ഷൻ ഉൾപ്പെടെ 7 പേരുണ്ടായിരിക്കണം. കേന്ദ്ര സർക്കാരാണ് നിയമിക്കുന്നത്. 3 വർഷത്തേക്കിനാണ് നിയമിക്കുന്നത്. ഇനി ഇന്ത്യയിൽ 1978 ആദ്യത്തെ ന്യൂനപക്ഷ കമ്മീഷൻ വരുമ്പോൾ അതിന്റെ അധ്യക്ഷനായിരുന്ന വ്യക്തിയാണ് M.R. മസാനി എന്ന് ഓർത്തിരിക്കണം. ആരാണ്? M.R. മസാനി. ഇന്ത്യയിൽ ആദ്യത്തെ, അതായത് 78 വന്ന ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷൻ M.R. മസാനിയും. ഇനി 93 സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിക്കുമ്പോൾ അതിന്റെ അധ്യക്ഷനായത് മുഹമ്മദ് സർദാർ അലി ഖാൻ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. മുഹമ്മദ് സർദാർ അലി ഖാൻ ആണ് ഈ പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിച്ചതിന് ശേഷം ആദ്യത്തെ അധ്യക്ഷനായിട്ട് വരുന്നതെന്ന് കൂടി ഇവിടെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി ദേശീയ തലത്തിൽ ഈ പറയുന്ന ന്യൂനപക്ഷ കമ്മീഷനുണ്ട്. അതുപോലെ കേരളത്തിലും ഒരു കമ്മീഷനുണ്ട്. അത് 2013 നിലവിൽ വരുന്നത്. ഏത് വർഷമാണ്? 2013. കേരള ന്യൂനപക്ഷ കമ്മീഷൻ 2013 വരുന്നു. ഒരു അധ്യക്ഷനും 2 അംഗങ്ങളും അടങ്ങുന്ന ഒരു ചെറിയൊരു സമിതിയാണ്. 3 വർഷ കാലാവധിയാണ് ഈ കമ്മീഷനുള്ളത്. സംസ്ഥാന സർക്കാരാണ് ഇവരെ നിയമിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പം കേരളത്തിൽ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വരുന്ന ഏത് വർഷമാണ്? 2013. ഇനി ആകെ എത്ര പേരുണ്ട്? ഒരു അധ്യക്ഷനും 2 അംഗങ്ങളും. നിയമിക്കുന്ന ആരാണ്? സംസ്ഥാന സർക്കാർ. കാലാവധി എത്രയാണ്? 3 വർഷം. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഇവിടെ ഒന്ന് ഓർത്തിരിക്കുക. ഈ ഒരു ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കണ്ടിട്ടില്ല, എങ്കിലും ഒന്ന് പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുന്ന കേരള ന്യൂനപക്ഷ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷനാണ് M. വീരാൻകുട്ടി എന്നുകൂടി ഓർത്തിരിക്കാറാണ്. M. വീരാൻകുട്ടിയാണ് കേരളത്തിന്റെ ന്യൂനപക്ഷ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ. ഇനി ഒരു പോയിന്റ് കൂടി ഇവിടെ ഒന്ന് ഓർത്തിരിക്കുക. അന്താരാഷ്ട്ര തലത്തിൽ ന്യൂനപക്ഷ അവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് പല പരീക്ഷയിലും ചോദിച്ചിട്ടുള്ളതാണ്. ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഡേറ്റ് ആണ് ഡിസംബർ 18. അന്താരാഷ്ട്ര തലത്തിൽ ന്യൂനപക്ഷ അവകാശ ദിനം ഡിസംബർ 18 എന്നുകൂടി ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ടായിരുന്നത്. നമ്മുടെ സിലബസിന്റെ അകത്ത് വൾണറബിൾ സെക്ഷൻസ് എന്ന രീതിയിൽ ഒരു ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. ആ ടോപ്പിക്കിന്റെ അകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പരാമർശിച്ചത്. ഇനി ഈ ഭാഗത്ത് നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം, അതുകൂടി നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലായോ എന്ന് നിങ്ങൾക്ക് സ്വയം വിലയിരുത്താൻ സാധിക്കും. അപ്പൊ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തു നോക്കുക.
അപ്പം ഈ തന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്തല്ലോ. അപ്പം നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ ഏകദേശം ബോധ്യമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നന്ദി.